നമ്മോടൊപ്പം ഇന്നുള്ളത് നമ്മുടെ ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ച് നടന്നിട്ടുള്ള ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ 110 മീറ്റർ അഡിൽസിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള റായൽ സക്കീറാണ്. അപ്പോൾ റായൽ സക്കീർ ആ മത്സരത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വർഷം നേടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അച്ചീവ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം തന്നെ 2-3 ഇവന്റിൽ പ്രൈസ് നേടിയിട്ടുണ്ട്. അപ്പോൾ ഏതെല്ലാം ഇവന്റിലാണ് പ്രൈസ് കിട്ടിയത് ഈ വർഷം? ഈ വർഷം 2 നാഷണൽസിപ്പ് മെഡൽ വന്നു. ഒന്ന് ജൂനിയർ നാഷണൽ അണ്ടർ 20, അതിൽ അന്ന് സെക്കൻഡ് വന്നത്. ജസ്റ്റ് ഒരു 0.04 സെക്കൻഡ്സിലാണ് പോയത്. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി മത്സരം ഇതിന് അത്ര ഫോക്കസ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാൽ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിൽ ചെയ്ത് ആരും പ്രതീക്ഷിക്കാതെ ഫസ്റ്റും വന്ന് റെക്കോർഡും വന്ന്. ഇനിയിപ്പം അടുത്തത് വരുന്നത് ഇപ്പോൾ നമുക്ക് 2 മാസം റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത് വരുന്നത്. ഇതിൻ്റെ K20 വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ അണ്ടർ 23 വരുന്നുണ്ട്. ആ 2-3 മത്സരം വരുന്നുണ്ട്. പിന്നെ ഇതിലിപ്പോൾ എങ്ങനെയാണ് പരിശീലനവും കാര്യങ്ങളൊക്കെ? പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇവന്റിലേക്ക് ഫോക്കസ് ചെയ്യാനുണ്ടായ ഒരു കാരണം, ഈ അഡിൽസ് എല്ലാവരും സാധാരണ നോർമൽ ഓട്ട മത്സരം, അതേപോലെ തന്നെ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ആ ഒരു ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൊണ്ട് ഇതിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താ? ഇത് പറഞ്ഞാൽ ഇത് ചെയ്യാൻ സത്യം പറഞ്ഞ ഒരു ഹരം പോലെ, നമ്മൾ ഫുട്ബോൾ പോലെ തന്നെ ഒരു വേറെ ഹരമാണ് ഇത് ചെയ്യാൻ. ഒരു ഓട്ടം മാത്രമല്ല, അടിയിൽ വരുമ്പോൾ അത് മറന്നു കിടക്കാൻ വേറൊരു ഹരമാണ്. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ ഇത് കുറച്ചുകൂടി എന്താ പറയുക, മറ്റൊരു കാട്ടി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, റെക്കോർഡ് ഇടാൻ പറ്റി. അപ്പം ഇതിനെ ജസ്റ്റ് ട്രൈ ആക്കി ഇത് എവിടെ വരെ എത്താൻ പറ്റും നോക്കണം. പിന്നെ കോച്ച് നല്ലൊരു സായി ടീമിലെ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിരുന്നു. അതിപ്പം അവിടുന്ന് റിട്ടയർ ചെയ്ത് യൂണിവേഴ്സിറ്റിക്ക് വന്നത്. അപ്പോൾ ആളെ മെയിൻ റീസൺ സാർ തന്നെയാണ്. സാർ നല്ല സപ്പോർട്ടാണ്. പിന്നെ ഹോം ഗ്രൗണ്ട് തന്നെ ആണല്ലോ, അടുത്താണല്ലോ. അപ്പം അങ്ങനെ കൂടെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് എല്ലാവരുടെ സപ്പോർട്ട്, പേരൻസിൻ്റെ, അതേപോലെ തന്നെ പരിശീലകൻ്റെ ഇപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള നിങ്ങളെ കോളേജിൻ്റെ, ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട കോളേജിന്റെ മൊത്തത്തിലുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? കൂടുതൽ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ നാട്ടുകാരായാലും ആരായാലും സപ്പോർട്ട്, ഫാമിലി ആയാലും കോളേജായാലും അത്യാവശ്യം ഫിനാൻഷ്യലും അതെല്ലാണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ അറ്റൻഡൻസ് അങ്ങനത്തെ കാര്യത്തിനൊക്കെ പഠിത്തമൊക്കെ കുറേ കോംപ്രമൈസ് ചെയ്തതിനെ. അപ്പോൾ ഇത് വെറും പഠിത്തം മാത്രമല്ല, രണ്ടും കൂടിയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതിനൊക്കെ എല്ലാ പങ്കും കോളേജും വഹിച്ചിരുന്നു. പിന്നെ എങ്ങനെ പരിശീലനം എങ്ങനെയാണ്, എന്താണ്, ഏത് രീതിയിലാണ് ചെയ്യുക? ഇങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് പുതുതായിട്ട് ഈ ഫീൽഡിലേക്ക്, സ്പോർട്സ് മേഖലയിലേക്കൊക്കെ വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? നല്ല കാര്യങ്ങൾ ഇപ്പോൾ പഠിത്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും കോമൺ ആയി ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതല്ലാണ്ട് ഒരു ആക്ടിവിറ്റി നമ്മൾ കണ്ടെത്തുക. അപ്പം അത്ലറ്റിക്സ് ആവണമെന്നില്ല, എന്തായാലും മതി. അപ്പം അങ്ങനെ ഒരു എടുത്തിട്ട് നമ്മൾ രണ്ടും ഒരിക്കൽ പഠിത്തം ഒഴിവാക്കരുത്, രണ്ടും കൂടെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവാം. അതിപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ 100% നമ്മൾ എടുത്തിട്ട് ചെയ്യാം. അങ്ങനെ എന്തിലാവാൻ വെച്ച് ചെയ്യാം, അല്ലാണ്ട് രണ്ടും കൂടി ഇല്ലാത്ത രീതി ആവരുത്. പഠിത്തം കണക്കിന് എന്താണ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഇനിയിപ്പോൾ എന്താണ് ലക്ഷ്യം? എന്താണ് ഇപ്പോൾ ഈ ഇനിയൊരു ലക്ഷ്യം? ഇപ്പോൾ തന്നെ ഇപ്പോൾ 2-4 ഓപ്പർച്യൂണിറ്റി വന്നിക്കണേ. നേവിന്നായാലും എയർഫോഴ്സിനായാലും വിളിച്ചിങ്ങനെ. പക്ഷേ ഡിഗ്രി എടുത്ത് കയറാവുന്ന പ്ലാനിലാണ്. കുറച്ചുകൂടി ഒരു ഓപ്പർച്യൂണിറ്റിയും കുറച്ചുകൂടിയും സാലറി കൂടുതൽ ഡിഗ്രി എടുത്തിട്ട് കയറണം. അപ്പം ജസ്റ്റ് ഡിഗ്രി എടുത്തിട്ട് ഇപ്പോൾ പെർഫോമൻസ് കയറാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, എല്ലാവിധ ആശംസകളും. താങ്ക് യു.